ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന് വീണ്ടും തിരിച്ചടി. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. യുഎസും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടതെന്നും ഔദ്യോഗിക സ്ഥിരീകരണം. ഇറാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ ഉന്നതനാണ് അലി മുഹമ്മദ് നൈനി. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇറാന് വീണ്ടും തിരിച്ചടികൾ ഇങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അവസാനമായി കൊല്ലപ്പെട്ട ആ ഉന്നതൻ ആരാണ്? എങ്ങനെയാണ് ഇദ്ദേഹത്തെ വധിച്ചത്? അശ്വതി, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വധം നടന്നത്, അതായത് അലി മുഹമ്മദ് നൈനി എന്ന് പറയുന്ന IRGCയുടെ ഒരു വക്താവാണ്. അദ്ദേഹം പല വിഷയങ്ങളിലും വക്താവായി, സൈനിക വക്താവും കൂടിയാണ്. അദ്ദേഹം IRGCയുടെ വക്താവ് കൂടിയാണ്. ഈ സൈനിക സ്വഭാവമുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും അല്ലാതെയും വിശദീകരിക്കുന്ന വക്താവായിരുന്നു. നിരവധി നോട്ടപ്പുള്ളികളിൽ ഒരാൾ കൂടിയായിരുന്നു. പക്ഷേ നേരത്തെ തലയ്ക്ക് വില പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന. എങ്കിൽ കൂടി അദ്ദേഹത്തിന് കൂടി മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം ഇറാനിൽ നിന്ന് നടക്കുന്നുണ്ട്. ഈ നടന്ന ആക്രമണത്തിൻ്റെ ഭാഗമായാണ്, അതിശക്തമായ ആക്രമണം ഇന്ന് രാവിലെ മുതൽ ഇസ്രായേൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ്, മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 4ാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം അലി ലാറിജാനി കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഗുലാം റസ സുലൈമാനി എന്ന് പറയുന്ന അവിടുത്തെ സംയുക്ത ബാസിജ് ഫോഴ്സിൻ്റെ മേധാവി കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്മായിൽ ഖത്തീബും കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് നൈനിയുടെ കൊലപാതകവും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി എല്ലാ ദിവസവും നിരവധി നേതാക്കൾ കൊല്ലപ്പെടുന്ന ഒരു റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അതിശക്തമായ ആക്രമണവും നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പരമോന്നത പദവികളിലുള്ള പലരും കൊല്ലപ്പെടുന്ന തുടർച്ചയായുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അതീവ ഗുരുതരമായൊരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥ നേരിടുകയാണ് ഇറാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. യുദ്ധം ശക്തമായ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അതായത് മുജ്തബ ഖമനയെ പുതിയ മേധാവിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ യാതൊരുവിധ പ്രതികരണമോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഉന്നതന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെടുമ്പോൾ പോലും മുജ്തബ ഖമനയുടെ ഒരു പരസ്യമായ പ്രതികരണം നമുക്ക് ലഭിക്കുന്നില്ല. എന്ത് മനസ്സിലാക്കാം? ഇറാന്റെ നിലനിൽപ്പ് എങ്ങനെ തുടരും? തീർച്ചയായും മുസ്തഫ ഖമനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന ആ ഒരു സംശയം 2 നേതാക്കൾ ഇന്നലെ ഇതേ വിഷയം അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഈ വിഷയം ബെഞ്ചമിൻ നെതന്യാഹുവാണ് വിശദീകരിക്കുന്നതെങ്കിൽ നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപും ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നത് വ്യക്തതയില്ല എന്നാണ് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത്. മുസ്തഫ ഖമനയെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പരസ്യമായ ഒരു പ്രസ്താവനകൾക്കോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല? പരസ്യമായ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം, അതായത് അയത്തോളയായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം സ്വാഭാവികമായും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രീതിയുണ്ട്. ആ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ പോലും ഒരു വീഡിയോ സന്ദേശം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്ദേശമായി ഒരു പ്രസ്താവന വായിക്കുകയുമായിരുന്നു ഇറാൻ നാഷണൽ ടെലിവിഷൻ. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ ഈ മുസ്തഫ ഖമനയെ കണ്ടുകിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മരിച്ചിരിക്കാം എന്നൊരു സൂചന വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതും അതുപോലെ തന്നെ ട്രംപ് പറയുന്നതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്തഫ ഖമനയുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വലിയ സംഭവമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ദിവസങ്ങൾക്കുള്ളിൽ 2 ആയത്തുള്ള ഖമേനിയുമായി വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉന്നത പദവിയിലിരിക്കുന്ന പരമോന്നത നേതാക്കളുടെ മരണം ഗൗരവതരമായ ഒരു വിഷയമായി തന്നെ നിരീക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരി ഐസൻ, വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഐസൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനിയാണ് ഇപ്പോൾ 4ാമതായി കൊല്ലപ്പെട്ട ആ ഉന്നതൻ. യുഎസും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടത്. ഇറാന്റെ നിലനിൽപ്പ് വളരെ കഷ്ടമാണ്, പരിതാപകരമാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് പങ്കുവച്ചത്.